ഹായ് ഗായ്സ്, ഗുഡ് മോർണിംഗ്. നിങ്ങളെൻ്റെ കോലം കണ്ടിട്ടൊന്നും വിചാരിക്കരുത്. ഇറ്റ്സ് 6:35. രാവിലെ 6:35 ആണ് സമയം. സോ ഇറ്റ്സ് ഗുഡ് മോർണിംഗ്. പിന്നെ ഞാൻ എപ്പോഴും വിചാരിക്കും, എല്ലാവരുടെ വ്ളോഗൊക്കെ കാണുമ്പോൾ ഞാൻ വിചാരിക്കും, ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഓഡിബിളാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, സോ അപ്പോൾ എല്ലാവരുടെ വ്ളോഗൊക്കെ കാണുമ്പോൾ ഞാൻ വിചാരിക്കും എനിക്ക് എന്തെങ്കിലും ഒരു ലോങ് വീഡിയോ ഒക്കെ വ്ളോഗായിട്ട് ഇടണം. ലൈക്ക് വാട്ട് ഐ ഡു ഇൻ എ ഡേ, അല്ലെങ്കിൽ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ എന്നൊരു ലോങ് വീഡിയോ ഇടാനില്ലല്ലോ. സോ എൻ്റെ ഒരു ഫുൾ ഡേ ഇടാന്ന് ഞാൻ വിചാരിച്ചു കേട്ടോ. സോ ദാറ്റ്സ് ഇറ്റ്. ആ വീഡിയോ ആണ് ഈ വീഡിയോ. അപ്പോൾ ഞാൻ ഇന്നൊരു സൺഡേ ആണ്. ഈ വീഡിയോ എന്നായിരിക്കും ഞാൻ ഇടാൻ പോകണമെന്ന് എനിക്കറിയില്ല, ചിലപ്പോൾ ഇടുമെന്ന് തന്നെ എനിക്കറിയില്ല കേട്ടോ. സോ ഇന്നൊരു സൺഡേ ആണ്. സോ ഇന്ന് കുറച്ച് പരിപാടി ഒരു 2-3 കല്യാണമൊക്കെ ഉണ്ട്. സോ നമുക്ക് അതൊക്കെ കൂടുന്നത് ഒരു മിനി വ്ളോഗ് ആയിട്ട് ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു. അല്ലാണ്ട് ഇപ്പം എനിക്ക് മിനി വ്ളോഗ് ഇടാൻ വേറെ ഒന്നും ഉണ്ടാവില്ല. സോ കുറച്ച് കല്യാണങ്ങളിലൊക്കെ നിങ്ങളെ കൊണ്ടുപോകാം എന്ന് ഞാൻ വിചാരിച്ചു. ആൻഡ് ഇഫ് യു ഗൈസ് ലൈക്ക് ദിസ് വീഡിയോ, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ചെയ്യുക, ലൈക്ക് ചെയ്യാം ആൻഡ് കമൻറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ. നമുക്ക് പയ്യെ ഓരോന്ന് കാണാം. ഇപ്പം എന്തായാലും കാര്യമായിട്ട് നിങ്ങളുടെ പറയാൻ പ്രത്യേകിച്ചൊന്നുമില്ല. 6:35 ഇപ്പം എനിച്ചിട്ടേ ഉള്ളൂ. ഇപ്പം എനിക്ക് കൂടുതൽ വളവള പറയാനുള്ള ഒരു മൂടുമല്ല. സോ താഴെ പോയിട്ട് നമുക്കൊരു കോഫി ഉണ്ടാക്കാം. ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ അങ്ങനത്തെ വ്ളോഗ് ഇടുന്നത്. കാരണം എനിക്കെപ്പോഴും യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യണം, പിന്നെ അതിൽ വ്ളോഗ് ഇട്ട് തുടങ്ങണം, അങ്ങനെയൊക്കെ പ്ലാൻസ് എല്ലാവരെ പോലെ എപ്പോഴും എനിക്കും ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഞാൻ ആദ്യമേ തന്നെ വ്ളോഗൊക്കെ ഇട്ട് ആരെ കാണണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ തീരെ വ്ളോഗ് ഇടലില്ലായിരുന്നു കേട്ടോ. ആൻഡ് എനിവേസ് എന്തെങ്കിലും ആവട്ടെ ഇട്ട് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഫസ്റ്റ് ഡേ ആയിട്ട് എടുത്ത വ്ളോഗാണ് കേട്ടോ ഇത്. ഇപ്പോൾ സമയം 6:40 ആയിട്ടുണ്ട്. അപ്പം ഞാൻ പോയിട്ട് ഒരു കോഫി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് പാലൊക്കെ എടുത്തിട്ട് താഴെ കിച്ചണിൽ പോയിട്ടോ. അപ്പം നിങ്ങൾക്ക് ഇങ്ങനത്തെ വ്ളോഗൊക്കെ ഇഷ്ടമാണെങ്കിൽ കമൻറ്റ് ചെയ്യുക. ആൻഡ് ഐ വിൽ ഡു മോർ വ്ളോഗ്സ്. സംഭവം വ്ളോഗ് ചെയ്യാൻ ഞാൻ മിക്ക ഷോട്ട് എടുക്കാനും മറന്നു. കാരണം ചില പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷമായിരിക്കും അയ്യോ ഞാൻ എടുത്തില്ലല്ലോ എന്ന് വിചാരിക്കുക. ആൻഡ് ഇങ്ങനെ വ്ളോഗ് എടുക്കാൻ ഇങ്ങനത്തെ ഈ ഷേപ്പിൽ വെക്കേണ്ടത് കൊണ്ടും ഞാൻ മറന്നു പോകും. ചിലതൊക്കെ ഞാൻ സ്ട്രെയിറ്റ് പിടിച്ചിട്ട് വീഡിയോ എടുക്കും. അപ്പോൾ വീഡിയോ എടുത്ത് കഴിയുമ്പോൾ ഞാൻ വിചാരിക്കും അയ്യോ സ്ട്രെയിറ്റ് പിടിച്ചിട്ടാലും എടുത്തതെന്ന്. അപ്പോഴായിരിക്കും എനിക്കൊരു റിയലൈസേഷൻ ഉണ്ടാവുക. അത് ഫസ്റ്റ് ടൈം വ്ളോഗ് ചെയ്യുന്നതുകൊണ്ടാവും. ചെയ്ത് കുറച്ചും കഴിയുമ്പോൾ അത് ശീലമാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഞാൻ ഇപ്പോൾ കോഫി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പാലെടുപ്പത്ത് വെച്ചിട്ടുണ്ട്. സാധാരണ ഈ സമയത്ത് ഞാൻ ഒറ്റയ്ക്കാണ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് മാത്രമേ ഉണ്ടാക്കുള്ളൂ. പിന്നെ കുറച്ച് പാലെടുത്തിട്ട് ഉണ്ടാക്കും, ബാക്കി ഞാൻ അതുപോലെ തന്നെ ഫ്രിഡ്ജിൽ വയ്ക്കും. പിന്നെ ഞാൻ ഫുൾ പാലെടുത്തിട്ടുണ്ട്, കാരണം എന്തായാലും എല്ലാവർക്കും കൂടെ കോഫി എടുക്കാൻ വിചാരിച്ചു. പിന്നെ ഈ സമയത്ത് ഒറ്റയ്ക്കൊന്നും ഉണ്ടാക്കുമ്പോൾ ഞാൻ ഏതെങ്കിലും 80s 90s കേട്ടോളാണ്. ഇതിൽ 80s 90s ഒക്കെ പാട്ട് വെച്ചിട്ട് അതൊക്കെ കേട്ടിട്ടാണ് ഞാൻ, സ്വിച്ച് പോലും അറിയില്ല ഗൈസ്, കേട്ടിട്ടാണ് ഞാൻ മിക്കവാറും കോഫി ഉണ്ടാക്കുക. കോഫി ഞാൻ രാവിലെയാണ് കോഫി കുടിക്കും. രാത്രിയാണ് ഞാൻ നമ്മുടെ നോർമൽ ഷോപ്പിലൊക്കെ കിട്ടുന്ന ബൂസ്റ്റ് ഉണ്ടല്ലോ, അതെൻ്റെ ഭയങ്കര ഫേവറേറ്റാണ്. സോ ഞാൻ ബൂസ്റ്റ് മാത്രം ഉണ്ടാക്കി കുടിക്കും. പക്ഷെ ഇപ്പം രാവിലെയാണ് നമുക്ക് കോഫി കുടിക്കാം. സോ എൻ്റെ പാലടപ്പത്തിരുന്ന് ഇവിടെ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. കണ്ടോ, ഗ്യാസ് സ്റ്റവ് നിങ്ങൾ നോക്കരുത്. ഇന്നലെ രാത്രി ഞാൻ കുക്കർ ബിരിയാണി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഷോർട്സ് നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും. സോ ആ കുക്കർ ബിരിയാണി വെച്ചതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആണത്. അപ്പം ഞാൻ കോഫി ഉണ്ടാക്കി കഴിഞ്ഞിട്ട് കാണിച്ചു തരാം ഗൈസ്. ഇതുവരെ ഞാൻ ചെരിച്ച് പിടിച്ച് വ്ളോഗ് എടുത്തിട്ടില്ലാത്തതുകൊണ്ട് എൻ്റെ കൈ സ്വാഭാവികമായിട്ടും ഫോൺ ഇങ്ങനെയാണ് വരുന്നത്. ഇങ്ങനെ പിടിക്കാനുള്ള ആ ഒരു മൈൻഡ് ഓണാവില്ല. ഞാനൊരു കുറേ വീഡിയോസ് ഇങ്ങനെ എടുത്തതിന് ശേഷം ഞാൻ ആലോചിക്കും ഇത് വ്ളോഗ് ഇടാനുള്ളതാലോ എന്ന് ഞാൻ ചിന്തിക്കും. ചെയ്തത് ശീലമാകുമ്പോൾ ശരിയാവുമായിരിക്കും ഐ ഗസ്. ഇതെൻ്റെ ബാൽക്കണിയാണ് ഗൈസ്. ഭയങ്കര അടിപൊളി ബാൽക്കണിയാണ്. ക്യാരംസൊക്കെ കളിക്കാൻ വേണ്ടിയിട്ട് അവർ സെറ്റ് ചെയ്തിരുന്നതാണ് കേട്ടോ. ഞാൻ കളിക്കലൊന്നുമില്ല. സോ രാവിലെ കഴിച്ചിട്ട് വന്നാൽ ഇവിടെ ഭയങ്കര അടിപൊളി വ്യൂ ആണ്. സംഭവം വെറുതെ കാടൊക്കെ ആണെങ്കിലും വ്യൂ നൈസാണ്. സംഭവം ഞാൻ വീഡിയോ ചെയ്തെടുക്കാട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് മുടിയൊക്കെ കഴിച്ചിട്ടത്. പക്ഷെ എനിക്ക് മുടി വെച്ചിട്ട് ഭയങ്കര ചൂടെടുക്കും. ഭയങ്കര ചൂടല്ല ഇപ്പോൾ, എല്ലായിടത്തും ഭയങ്കര ചൂടാണ്. നിങ്ങളുടെയൊക്കെ അവിടെ ചൂട് എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. ആൻഡ് നിങ്ങളുടെ പ്ലേസസ് ടു. സോ നമുക്കൊരു സമാധാനം ഉണ്ടാവില്ല, നമ്മളിവിടെ മാത്രമല്ല ചൂടെന്ന് അറിയുമ്പോൾ. അതിന് വേണ്ടിയിട്ടാണ് ഈ ചൂടത്ത് രാവിലെ തന്നെ കോഫി ചൂടിനോട് കുടിക്കണമെങ്കിൽ നിങ്ങൾ കപ്പ് ഉണ്ടെന്ന് വിചാരിക്കേണ്ട. എസ്തറ്റിക്കായിട്ട് പുതിയ കപ്പ് എടുക്കാമെന്ന് എനിക്ക് വയ്യ. പിന്നെ അതൊക്കെ ഞാൻ തന്നെ കഴുകി വെക്കണം. സോ നമുക്ക് സാധാ കപ്പിൽ കുടിക്കാം. ഈ ചൂടത്ത് രാവിലെ കോഫി കുടിക്കുന്നത്, ചൂടുള്ള കോഫി കുടിക്കുന്നത് എനിക്ക് തീരെ ഇഷ്ടമല്ല. സോ ഞാനിത് വെള്ളത്തിലൊക്കെ വെച്ചിട്ട് ആറ്റിയിട്ടൊക്കെയാണ് കൊണ്ടുവന്നത്. സോ ഇതൊരു കോൾഡ് കോഫി പോലെയാണ് ഇപ്പോൾ ആക്ച്വലി ഇരിക്കുന്നത്. അത്ര കോൾഡല്ല കേട്ടോ, അത്ര കോൾഡല്ല, ചൂടുണ്ട്. എങ്കിലും ഗുപ്തൻ്റെ തൊട്ട് ഊരി കുടിക്കാൻ ഈ ചൂടത്ത് എനിക്ക് വയ്യാത്തതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ക്യാമറ തിന്നാൻ വരുന്നുണ്ടോ എന്ന് നിങ്ങൾ വിചാരിക്കരുത്.
നിങ്ങൾക്ക് ഓഡിബിൾ ആണെന്ന് എനിക്ക് ഡൗട്ടുള്ളതുകൊണ്ടാണ് ഞാൻ അങ്ങനെ വരുന്നത്. ഗുപ്തൻ്റെ തൊട്ട് ഊതി കുടിക്കാൻ എനിക്ക് ഈ ചൂടത്ത് വയ്യ. ഞാൻ തീരെ ചൂട് ടോളറേറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരാളായതുകൊണ്ട് ഐ പ്രിഫർ ഓൾ ദോസ് തിങ്സ് കോൾഡ്. ദാറ്റ്സ് ഇറ്റ്. ഇത്ര പൊട്ടക്കോലത്തിൽ ഡെയിലി വ്ലോഗൊക്കെ എടുക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷെ കുഴപ്പമില്ല, ഈ രാവിലെ തന്നെ വ്ലോഗ് എടുക്കാൻ വേണ്ടിയിട്ട് റെഡി ആവണമെന്ന് എനിക്ക് വയ്യ. സോ ലെറ്റ് ഇറ്റ് ബി. ഞാനത് അങ്ങനെ തന്നെ വിട്ടു. ആൻഡ് ഈ വീഡിയോ നിങ്ങൾ കാണാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഭാഗ്യം ഉണ്ടാവും ഞാൻ പോസ്റ്റ് ചെയ്താൽ. ചിലപ്പോൾ ഞാൻ പോസ്റ്റ് ചെയ്യില്ല. സോ നമുക്ക് റൂമിൽ ഇപ്പോൾ അവിടെ നിന്നിട്ട് മടുത്തു. ഇവിടെ പ്രത്യേകിച്ച് വ്യൂ ഒന്നുമില്ല. സോ ഞാൻ രാവിലെ തന്നെ എണീച്ചിട്ട് നെറ്റ്ഫ്ലിക്സ് ആൻഡ് ചിൽ കോഫി കുടിച്ചിട്ട് നെറ്റ്ഫ്ലിക്സൊക്കെ കാണാൻ വിചാരിച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഞാൻ ഇന്നലെ ഒരു മൂവി കണ്ടു യൂട്യൂബിൽ. എൻ്റെ ആ മൂവി ഞാനൊരു ലാസ്റ്റ് ഒരു 2 കൊല്ലം അയക്കണം ഞാൻ ആ മൂവിനെ പറ്റി അറിഞ്ഞിട്ട്. ആൻഡ് ഞാൻ ടെലിഗ്രാമിൽ എല്ലായിടത്തും ആമസോൺ പ്രൈം, നെറ്റ്ഫ്ലിക്സ് എല്ലായിടത്തും ഞാൻ തപ്പി, ഗൂഗിളിൽ വരെ ഞാൻ തപ്പി ആ മൂവി കാണാൻ വേണ്ടിയിട്ട്. പക്ഷേ ആ മൂവി ഒരിടത്തുമില്ല. ടെലിഗ്രാമിൽ അങ്ങനെ ഒരു മൂവി ഉള്ളത് പോലും ആർക്കും അറിയില്ലാത്ത പോലെയുണ്ട്. പിന്നെ വേറെ എവിടെയും ഞാൻ കണ്ടില്ല കേട്ടോ മൂവി. പക്ഷേ ഞാൻ ഇന്നലെ ഏതോ മൂവി കണ്ടു കഴിഞ്ഞിട്ട് വെറുതെ യൂട്യൂബ് എടുത്ത് നോക്കിയപ്പോൾ ആ യൂട്യൂബിൽ ആ മൂവി കിടക്കും. ആൻഡ് ഞാൻ ശരിക്കും ഷോക്കായി. കാരണം ഞാൻ യൂട്യൂബിൽ മാത്രം തപ്പിയില്ല, ഇനി അത് അന്നേരം ഇല്ലാത്തതാണോ എന്നൊക്കെ ഞാൻ വിചാരിച്ചു. ആൻഡ് ആ മൂവിയുടെ പേര് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ മസ്റ്റായിട്ട് ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ മസ്റ്റായിട്ട് കണ്ടിരിക്കേണ്ട ഒരു മൂവിയാണത്. പാഡ്മാൻ എന്നാണ് ആ മൂവിയുടെ പേര്. അത് അക്ഷയ് കുമാറാണ് അതിൻ്റെ അത് മെയിൻ റോൾ ചെയ്യുന്നത്. അതൊരു റിയൽ ലൈഫ് സ്റ്റോറിയാണ്. അതായത് ഐ തിങ്ക് പണ്ട് നമ്മൾ സാനിറ്ററി പാഡ്സൊക്കെ ഉണ്ടായി വന്ന സാനിറ്ററി പാഡിൻ്റെ ഒരു റെവല്യൂഷൻ എന്നൊക്കെ വേണ്ടി പറയാം. കാരണം ഫസ്റ്റ് സാനിറ്ററി നാപ്കിൻ ഉണ്ടാക്കിയ ഒരാളുടെ റിയൽ ലൈഫ് സ്റ്റോറിയാണ്. അയാൾ അത് ഉണ്ടാക്കിയപ്പോൾ അയാൾക്ക് ഉണ്ടായ കുറേ സ്ട്രഗിൾസും പിന്നെ ആ കാലഘട്ടത്തിൽ അത് ഭയങ്കര കുറ്റായിരുന്നല്ലോ ഇതൊക്കെ. അപ്പോൾ അത് കാരണം, അല്ലെങ്കിൽ ഇപ്പോൾ റിലീജിയസ് ഇഷ്യൂ ഒക്കെ കാരണം അയാൾ ഫേസ് ചെയ്ത കുറേ കാര്യങ്ങൾ, അതുകൊണ്ട് അയാൾ ആ സ്ട്രഗിൾസൊക്കെ താണ്ടി വന്നിട്ട് അയാൾ നാപ്കിൻസ് ഉണ്ടാക്കുന്നതും ആൻഡ് വില്ലേജസിലൊക്കെയുള്ള വുമൻസിന് അത് ഭയങ്കര ചെറിയ പ്രൈസിന് അത് കൊടുക്കുന്ന അങ്ങനത്തെയൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്ത മൂവിയാണ്. അത് റിയൽ ലൈഫ് സ്റ്റോറിയാണ്. ആൻഡ് എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു പേഴ്സണലി. അതുകൊണ്ടാണ് ഞാൻ ഇത് വീഡിയോയിൽ ഇത് പറയാൻ കാരണം. സോ നിങ്ങൾ ഇതുവരെ ആരും കണ്ടിട്ടില്ലെങ്കിൽ 2018 മൂവിയാണ്. സോ ചിലരൊക്കെ കണ്ടിട്ടുണ്ടാവും, കാണാത്തവരും ഉണ്ടാവും. സോ നിങ്ങൾ കാണാത്തവരാണെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് കണ്ടു നോക്കുക. കാരണം അത്ര നല്ല മൂവി, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അക്ഷയ് കുമാറിൻ്റെ മൂവീസ് ഞാൻ അങ്ങനെ പൊതുവെ ഇതുവരെ അങ്ങനെ കണ്ടിട്ടില്ല അധികം ഒന്നും. പക്ഷേ ഈ മൂവി എനിക്ക് ഇഷ്ടമായി, നല്ല നല്ല മൂവിയായിരുന്നു. സോ നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ മസ്റ്റായിട്ട് കണ്ടു നോക്കാം കേട്ടോ. അതുകൊണ്ട് അതിന് വേണ്ടിയിട്ടാണ് ഞാൻ സജസ്റ്റ് ചെയ്തത്. കാരണം ഞാൻ ഇൻസ്റ്റ വഴി കണ്ടുപിടിച്ചതാണ് ആ മൂവി. അപ്പോൾ ഇൻസ്റ്റ വഴി കണ്ടുപിടിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ ഏതെങ്കിലും നെറ്റ്ഫ്ലിക്സ് മൂവി എന്തെങ്കിലും കണ്ട് കുറച്ച് നേരം ചില്ല് ചെയ്തിട്ട് അടുത്തെന്തെങ്കിലും കാര്യമായിട്ട് സംഭവിക്കുമ്പോൾ ഞാൻ ബാക്കായിട്ട് വരുന്നതായിരിക്കും. അതുവരെ ബൈ ഗൈസ്. ഞാൻ മുടിയൊക്കെ അഴിച്ചിട്ട് കുറച്ച് ക്യൂട്ടായിട്ടിരിക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ എനിക്ക് ഭയങ്കര ചൂടെടുക്കണം. ചൂട് പറഞ്ഞാൽ ഞാൻ വിചാരിച്ചു ക്യൂട്ട്നെസ് കുറച്ച് കുറഞ്ഞാലും കുഴപ്പമില്ല, ചൂട് സഹിക്കാൻ വയ്യ. പിന്നെ ഇവിടെ ബനാന ഫ്രൈ ഉണ്ട്. ഇതിനെന്താ പറയണത് എനിക്ക് സത്യം പറഞ്ഞാൽ അറിയില്ല. നിങ്ങളുടെ അവിടേക്ക് ഇതിന് എന്താ പറയണത് നിങ്ങൾ കമൻറ്റ് ചെയ്യാട്ടോ. ഈ സംഭവം അതായത് പഴുത്ത പഴം ഇങ്ങനെ പൊരിച്ചു വയ്ക്കുമല്ലോ, ആ സാധനമാണിത്. സോ ഞാൻ ജിമ്മിലും പോവും, ഇതൊക്കെ കഴിക്കുകയും ചെയ്യും. അതുകൊണ്ട് എന്നോട് എല്ലാവരും ചോദിക്കും നീ പിന്നെ എന്തിനാണ് ജിമ്മിൽ പോണേന്ന്. പക്ഷേ ഞാൻ ജിമ്മിൽ പോകണം എന്തിനാ, ഇതൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ജിമ്മിൽ പോണത്. അല്ലാണ്ട് ഇത് കഴിക്കാതിരിക്കാൻ വേണ്ടിയിട്ടല്ലല്ലോ നമ്മൾ ജിമ്മിൽ പോകേണ്ടത്. ഞാൻ എൻ്റെ നല്ലൊരു സാധനം. എനിക്ക് പണ്ടൊക്കെ എനിക്ക് ചക്ക വറുത്തൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ചക്ക ഇങ്ങനെ നീളത്തിൽ വറുക്കില്ലേ, അതായിരുന്നു എൻ്റെ ഫേവറേറ്റ്. പക്ഷെ ഇപ്പോഴത്തെ ചക്ക വറുത്തത് ഒരു രസമല്ല. അവർ എണ്ണയിൽ ഫ്രൈ ചെയ്യണില്ല ഇപ്പോഴത്തെ ചക്ക വറുത്തത്. ഇപ്പോൾ ചക്ക വറുത്തത് അവർ ജസ്റ്റ് വെയിലത്തിട്ട് ഉണക്കിയിട്ട് കൊണ്ടുവരുന്നതുകൊണ്ട് ഭയങ്കര കട്ടിയായിരിക്കും അതിന്. സോ എനിക്കത് ഇഷ്ടമല്ല. ഇപ്പോൾ തന്നെ ഫേവറേറ്റ് ഇതാണ്. ഇതുകൊണ്ട് എത്ര ഒരു പാക്കറ്റൊക്കെ ഞാൻ ഒറ്റയിട്ടിലൊക്കെ കഴിച്ചേർക്കും. സിമ്പിൾ. ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ കമൻറ്റ് കേട്ടോ. സോ ഞാൻ ഫേസ് വാഷൊക്കെ ചെയ്ത് ബ്രഷൊക്കെ ചെയ്ത് കഴിഞ്ഞു. ഇടയ്ക്ക് വെച്ചിട്ട് ഫോൺ മറ്റേ മിററിൽ നിന്ന് ചാടിപ്പോകുന്നതുകൊണ്ട് എനിക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല ആ വീഡിയോ. സോ നമുക്ക് താഴെ പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വരാം. ഓക്കെ, ചായ കുടിച്ചിട്ട് വരാം, എന്തെങ്കിലും കഴിച്ചിട്ട്. ഓക്കെ, ആക്ച്വലി കുറേ ദിവസമായിട്ട് ഇപ്പോൾ ഒരു ട്രെൻഡിങ് ആയിട്ട് ഡാൻസ് റീലുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഞാൻ ഷോർട്സ് ഇടുമ്പോൾ നിങ്ങൾക്ക് കാണാം. അതെടുക്കണം കുറേ ദിവസമായിട്ട് വിചാരിച്ചിരിക്കുകയാണ്. പക്ഷേ ഈ ചൂടത്ത് സാരി കൊടുത്തിട്ട് വെറുതെ എന്നിട്ട് തന്നെ ചൂടെടുക്കും. അപ്പോൾ സാരി കൊടുത്തിട്ട് ഡാൻസ് ചെയ്യാൻ കാര്യം ആലോചിച്ചുകൊണ്ട് ഞാൻ ഇങ്ങനെ സ്കിപ്പ് ചെയ്ത് വെച്ചിരുന്നത്. പക്ഷേ എൻ്റെ ട്രെൻഡ് തീരാറായി എന്ന് പറയാൻ പറ്റില്ല, തീർന്നു. അതുകൊണ്ട് ആക്ച്വലി ഞാൻ ഇന്ന് കളിക്കാമെന്ന് വിചാരിച്ചു. ഈ സാരി കൊടുക്കുന്നത് ഞാൻ എൻ്റെ ഒരു ചുരിദാറിൻ്റെ മുകളിലാണ് സാരി കൊടുക്കുന്നത്. കാരണം എൻ്റെ ഉള്ള ബ്ലൗസൊക്കെ ഭയങ്കര വൃത്തികെട്ട മെറ്റീരിയലാണ്. വൃത്തികെട്ട മീൻസ് ചൂടെടുത്ത് പുഴുങ്ങാൻ പാകത്തിലുള്ള മെറ്റീരിയൽ എൻ്റെ ഇരിക്കുന്ന ബ്ലൗസെല്ലാം. സോ എനിക്ക് ഈ ചൂടത്ത് അതിട്ട് പുഴുങ്ങാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒരു ചുരിദാർ വെച്ചിട്ടാണ് കിട്ടുന്നത്. പക്ഷേ ഇത് ലൂസായതുകൊണ്ട് ഒരു ഭംഗി ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. ഭംഗിയുണ്ടോ, ലെറ്റ്സ് ട്രൈ എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഭംഗിയില്ലെങ്കിൽ ഞാൻ മാറ്റിയിട്ട് വേറെ ബ്ലൗസ് തരും. ഭംഗിയുള്ള പോലെ എനിക്ക് തോന്നുന്നു ഇത് മതിയില്ലേ. സോ
എനിക്ക് വൈകിയ ഇനി വേറൊന്നുകൂടെ ഇങ്ങനെയുള്ളത് യെല്ലോ തന്നെയാണ്. സോ ഡസ് ഇറ്റ് മേക്ക് എനി ഡിഫറൻസ്? രണ്ടും യെല്ലോ ആണ്. പിന്നെ റെഡ് ഉണ്ട്. റെഡ് ഓൾറെഡി ഞാൻ ഇട്ടിട്ടുണ്ട് ഒരു വീഡിയോയിൽ. സോ റെഡ് വേണ്ട. ഞാൻ ഫൈനലി അങ്ങനെ ബ്ലൗസ് മാറി. ബിക്കോസ് എനിക്ക് ആ യെല്ലോ ഒരു മാച്ചായിട്ട് തോന്നിയില്ല. സത്യം പറഞ്ഞാൽ ബ്രൊക്കേഡിൻ്റെ എടുത്തിട്ട് എനിക്ക് തീക്കും അതിലൊക്കെ നിൽക്കണമല്ലോ തന്നെ. നിങ്ങൾക്ക് ഈ വ്ളോഗ് മിക്കവാറും ഇങ്ങനെ കട്ട് 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 ഒരു ബന്ധമില്ലാത്ത കുറേ പീസുകളായിട്ടായിരിക്കും കിട്ടാൻ പോണേ. കാരണം ഇതിൻ്റെ ഒന്നും ഇടയ്ക്കത്തെ പോർഷൻ ഞാൻ എടുത്തിട്ടില്ല. ആക്ച്വലി കുനിഞ്ഞൊക്കെ വയ്യ. ഇതിൻ്റെ ഒന്നും ഇടയ്ക്കുള്ള പോർഷൻസ് എടുത്തില്ല. അതൊരു കണ്ടിന്യൂഷൻ ഇല്ലാണ്ടായിരിക്കും നിങ്ങൾ കാണാൻ പോണേ. ഫസ്റ്റ് വ്ളോഗായിട്ട് നിങ്ങൾ ക്ഷമിക്കുക. ഞാൻ ചിലപ്പോൾ ഇതൊരു ലോങ് വ്ളോഗായിരിക്കും, വലിയ ഷോർട്ടായിരിക്കും. ഞാൻ എഡിറ്റ് ചെയ്യുന്ന പോലെ ഇരിക്കും. എനിക്ക് ഇഷ്ടമില്ലാത്തതും ചിലപ്പോൾ ഞാൻ ആഡ് ചെയ്യില്ല, അല്ലെങ്കിൽ എല്ലാം ആഡ് ചെയ്യും. സോ കണ്ടറിയാം. അപ്പം ഞാൻ പോയി ഡാൻസ് എടുക്കട്ടെ. ആൻഡ് ഫസ്റ്റ് കുറച്ച് മേക്കപ്പ് ചെയ്യണം ഈ ചൂടത്ത്. എങ്കിലും ചെയ്തേ പറ്റൂ, വേറെ വഴിയില്ല. സോ ഞാൻ ഡാൻസ് റീൽ എടുത്തിട്ട് തരാം. ഓക്കെ, പറ്റാണെന്നുണ്ടെങ്കിൽ ഞാൻ കുറച്ച് ഡാൻസ് റീലിൻ്റെ ക്ലിപ്പൊക്കെ ഇന്നത്തെ ആഡ് ചെയ്യാം. നോക്കാം. ഞാൻ റെഡിയായി കഴിഞ്ഞു. ആകെ ഞാൻ ലിപ്സ്റ്റിക്ക് മാത്രമേ ഇടുന്നുള്ളൂ കേട്ടോ, ബിക്കോസ് ഡാൻസ് റീലായതുകൊണ്ട്. അയ്യോ, ഡാൻസ് ചെയ്യാണ്ട് വേറെ മേക്കപ്പ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ആവശ്യമില്ലെന്നല്ല, എനിക്ക് ചൂടത്ത് ചെയ്യാൻ വയ്യ, അങ്ങനെ പറയാവുള്ളൂ. സോ ഞാൻ ജസ്റ്റ് ലിപ്സ്റ്റിക്ക് ഇട്ടു, മുടി വെച്ചിട്ടു, ആൻഡ് ഡൺ. ഇത്ര ഉള്ളൂ എൻ്റെ മേക്കപ്പ്. ഓക്കെ, സോ ഇനി നമുക്ക് വീഡിയോ എടുക്കാൻ പോകാം. ഇപ്പോൾ തന്നെ വേർത്തു. ആക്ച്വലി ഞാൻ ഫുഡ് കഴിച്ച് കഴിഞ്ഞു. ഐ മീൻ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞു. പക്ഷേ ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയി. ഇത് ഞാൻ പറഞ്ഞ ഫസ്റ്റ് ടൈം വ്ളോഗ് ചെയ്യുന്നുണ്ട്. വീഡിയോ എടുക്കാൻ മറന്നുപോകും, എല്ലാം മറന്നുപോകും വീഡിയോ എടുക്കാനായിട്ട്. സോറി ഗൈസ്, ഞാൻ ഉച്ചക്കത്തെ ഫുഡ് കഴിക്കുന്ന കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇപ്പോൾ സമയം ഏകദേശം 11 നോക്കട്ടെ, നോക്കാൻ പറ്റില്ല. നമുക്ക് ഊഹിച്ചിട്ട് ഒരു 11-10 ഒക്കെ പിടിക്കാം. അത്രയ്ക്ക് ആയിട്ടുണ്ടാവുള്ളൂ, അതിൽ കൂടുതലാവാൻ സമയമില്ലല്ലോ. സോ ഇത് റെഡി ആവാം, പരിപാടിക്ക് പോകാനുണ്ട്. സോ ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്യണം എന്ന് എനിക്കുണ്ട്. പക്ഷേ രണ്ടും കൂടെ എനിക്ക് ചെയ്യാൻ പറ്റില്ല, ലൈക്ക് ചെരിച്ചും നേരെയും കൂടെ വയ്ക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ ഇതാണ് വ്ളോഗിൽ ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്യാമെന്ന് വിചാരിച്ചു. ഓക്കെ, സോ ഫസ്റ്റ് നമ്മൾ റെഡി ആയതിനു ശേഷം ഡ്രസ്സ് ഇടാം. കാരണം ഡ്രസ്സ് ഇട്ടതിന് ശേഷം റെഡി ആവാനുള്ളൊരു ത്രാണി എനിക്കില്ലാത്തത് കൊണ്ട് നമുക്ക് എന്താണ് റെഡി ആയിട്ട് ഡ്രസ്സ് ഇടാം. ഓക്കെ, കരകോട് വെള്ളി കനകം എല്ലാം വാരി പറക്കി കെട്ടി വെച്ചപ്പോൾ തന്നെ വല്ലാത്തൊരു സുഖം. ആൻഡ് ഈ സമ്മറിൽ നമുക്ക് വെയർ ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ലൊരു ഔട്ട്ഫിറ്റാണ് ദിസ് നെയ്റ്റി. ഇതുപോലെ നെയ്റ്റിരുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. സമ്മറിൽ ബെസ്റ്റ് ഔട്ട്ഫിറ്റ് എവർ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ബെസ്റ്റ് ഔട്ട്ഫിറ്റാണ് നെയ്റ്റി. അപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്ത് തുടങ്ങാം. എന്തെങ്കിലുമൊക്കെ ചെയ്യണമല്ലോ. ഈ ചൂടത്ത് പുറത്ത് പോകുമ്പോൾ മസ്റ്റായിട്ട് നമ്മൾ സൺസ്ക്രീൻ ഇടണം, അല്ലെങ്കിൽ കരിഞ്ഞ് പൊഴിഞ്ഞു പോകും. പക്ഷെ എനിക്ക് ചൂടത്ത് സൺസ്ക്രീൻ ഒട്ടും ഇഷ്ടമല്ല. കാരണം സൺസ്ക്രീൻ ഇട്ടാൽ എനിക്ക് ഭയങ്കരമായിട്ട് ചൂടെടുക്കും. ഐ മീൻ ഞാൻ വേർത്ത് കുളിക്കും. അതുകൊണ്ട് ഞാൻ പറ്റണ പോലെയൊക്കെ സൺസ്ക്രീൻ സ്കിപ്പ് ചെയ്യലുണ്ട്. സത്യം പറഞ്ഞാൽ പറയണത് നിങ്ങൾക്ക് ഓഡിബിളാണെന്ന് പോലും എനിക്കറിയില്ല. ഞാൻ ഇവിടെ കിടന്ന് വെറുതെ പറഞ്ഞുകൊണ്ടിരിക്കുക. അത് ചെക്ക് പോലും ചെയ്യാണ്ട് ഞാൻ ഇവിടെ കിടന്ന് ഇങ്ങനെ സാഹിത്യമൊക്കെ അടിച്ചുകൊണ്ടിരിക്കാം. നിങ്ങൾക്ക് കേൾക്കാൻ പറ്റിയാൽ മതിയായിരുന്നു. അപ്പോൾ നമുക്ക് സുന്ദരിയേ വാ വെണ്ണിലവേ വാ ജീവനാരിണി പ്രണയിനി ഹോയ് ഹോയ് ഹോയ്. ട്രെൻഡായിട്ടാണില്ല കേട്ടോ, നന്നായിട്ട് ഞാൻ തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം. ലിപ്സ്റ്റിക്ക് ഓൾറെഡി ഞാൻ ഇട്ടിട്ടുണ്ട്, നേരത്തെ വീഡിയോ എടുക്കാൻ നേരത്തെ കേട്ടോ. ചൂട് സഹിക്കാൻ പറ്റുന്നില്ല മക്കളെ. നിങ്ങളുടെ നാട്ടിൽ ഇതുപോലെ ചൂടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ എനിക്കൊരു സമാധാനമാവുമല്ലോ. എനിക്ക് മാത്രമല്ല ഇങ്ങനത്തെ ചൂടെന്ന് വിചാരിച്ചിട്ടാണ്. ചൂട് തന്നെ സൺസ്ക്രീൻ പോലും സെറ്റാവണില്ല ഫേസിൽ. ആക്ച്വലി ഗെറ്റ് റെഡി വിത്ത് മീ ഒരു 10 മിനിറ്റ് ഉണ്ടാവും. സോ നിങ്ങൾക്ക് മിക്കവാറും ബോറടിക്കാൻ നല്ല ചാൻസ് ഉണ്ട്. ആൻഡ് പറ്റുന്നപോലെ ഞാൻ ഇത് എഡിറ്റ് ചെയ്ത് ചെറുതാക്കാം ഗൈസ്, നിങ്ങൾ പേടിക്കണ്ട. എങ്കിലും കുറച്ചുണ്ടാവും, കുറച്ചിനെ സഹിക്കാം. അത്രേ എനിക്ക് പറയാനുള്ളൂ. കനകം വെള്ളി വെറുതെ പറഞ്ഞപ്പോൾ രീതി കൊടുത്തോണ്ടിരിക്കുക. ചൂടാണ് മക്കളെ, ഐ കാൺട്ട് ബെയർ ദിസ് ചൂട്.
നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് ബ്ലഷ് ഇട്ട് കൊടുക്കാം. ബ്ലഷ് ഈ ചൂടത്ത് ഞാൻ വേറൊന്നും പ്രിഫർ ചെയ്യുന്നില്ല. ബ്രഷ് ഉണ്ടായിരുന്നു ഗൈസ്, പക്ഷേ ആ ബ്രഷ് കാണുന്നില്ല. ഞാൻ എന്ത് വരത്തേക്കേണ്ടി വരുമോ? അയ്യോ ബ്രഷ് അവിടെ പോയി. ഒരു ക്യൂട്ട് ബ്രഷ് ഉണ്ടായിരുന്നു എനിക്ക് ആക്ച്വലി. നമുക്ക് ബ്ലഷ് ഇങ്ങനെ ഉരുട്ടിയിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഈ ചൂടത്ത് നമ്മൾ ആകെ മേക്കപ്പ് ചെയ്യേണ്ടത് സൺസ്ക്രീൻ ആൻഡ് ബ്ലഷ് ആണ് കേട്ടോ. ബാക്കി മേക്കപ്പ് ഒക്കെ ചെയ്യണവരെ ഞാൻ റിയൽ പാഡിയായിട്ട് പ്രഖ്യാപിക്കുന്നതായിരിക്കും ഈ ചൂടത്ത്. ബിക്കോസ് ഈ ചൂടത്ത് ചെറിയ ഇട്ടിട്ട് എനിക്ക് നിൽക്കാൻ വയ്യ ചൂടത്ത്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്ക്, കൺസീലറും ഫൗണ്ടേഷനും കളർ കറക്റ്ററും എന്താ കോണ്ടോറും ചെയ്ത് ഐഷാഡോ ഞാൻ ഇട്ടു കേട്ടോ. അപ്പോൾ വേണ്ട ഹൈലൈറ്ററൊക്കെ ഇട്ട്, ഹൈലൈറ്റ് ലൈറ്റ് വെയിറ്റ് അല്ല, അപ്പോൾ അത് ക്യാൻസൽ ചെയ്യാം. വേറെന്താ മസ്കാര ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ നിൽക്കണ അവരെ എന്താ നമ്മൾ അതിന് നമ്മൾ ആക്ച്വലി ഇങ്ങനെ പൂവിട്ട് പൂജിക്കാം. ബിക്കോസ് ഈ ചൂടത്ത് പറ്റില്ല. അത് അൾട്രാടെക്കിൻ്റെ കാര്യം പറയുമ്പോൾ ഇമ്പോസിബിൾ ആണത് ചൂടത്ത്. നമുക്ക് കുറച്ച് ബ്ലഷ് കണ്ണിൻ്റെ മേലെ കൂടി ഇട്ട് കൊടുക്കാം അല്ലേ, വെറൈറ്റി ആവട്ടെ. സംഭവം പിങ്ക് എൻ്റെ ഐഷാഡോ പാലറ്റിൻ്റെ അകത്ത് എനിക്ക് പിങ്ക് ഉണ്ട്, പക്ഷെ നമുക്ക് ഒന്ന് മാച്ച് ആയിക്കോട്ടെ. അത്ര അങ്ങ് കുളിപ്പിക്കണ്ടായിരുന്നു, ഇച്ചിരി കുളിപ്പിക്കും. ലൈറ്റായിട്ട് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ, ഓവറാക്കി ചളമാക്കരുത്. നിങ്ങൾക്ക് ചിലപ്പോൾ ഞാൻ നിങ്ങളുടെ സ്ക്രീനിൻ്റെ പുറത്തൊക്കെ വന്നിരിക്കണമെന്ന് തോന്നുമായിരിക്കും, പക്ഷേ എനിക്ക് ആക്ച്വലി ഞാൻ കുറച്ച് ഹാഫ് ബ്ലൈൻഡാണ് ഗൈസ്. എനിക്ക് കണ്ണട വയ്ക്കാത്ത ദൂരെ നോക്കി കഴിഞ്ഞാൽ എനിക്കൊന്നും കാണാൻ പറ്റില്ല. സോ നമ്മൾ അടുത്ത് വന്നിട്ട് നോക്കണം ഇതൊക്കെ സെറ്റാണോ എന്നുള്ളത്. കുഴപ്പമില്ലാന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതിൻ്റെ അകത്ത് നോക്കിയിട്ടൊരു സെറ്റായിട്ട് തോന്നണില്ല, ഐ ഡോണ്ട് നോ വൈ. പിന്നെ നമ്മൾ ആസ് യൂഷ്വൽ നമ്മൾ മലയാളി എന്നല്ല മൊത്തത്തിൽ ഗേൾസിൻ്റെ സുഹൃത്തും വഴികാട്ടിയുമായ ഡാസ്ലർ ഐലൈനർ എടുക്കണം. ആക്ച്വലി ഡാസ്ലർ ഐലൈനർ ഇതിൻ്റെയൊക്കെ എക്സ്പയറി ഡേറ്റ് എന്നാന്ന് പോലും ആക്ച്വലി അറിയണ്ടാവില്ല. ഇത് കയ്യിലുള്ളവർക്ക് ആർക്കും ഇതിൻ്റെ എക്സ്പയറി ഡേറ്റ് അറിയണ്ടാവില്ല. കാരണം നമ്മൾ വർഷങ്ങളായി മുന്നേ മേടിച്ചു, വർഷങ്ങളോളം ഉപയോഗിക്കുന്ന ഒരു സാധനമായിരിക്കും ഇത്. അറിയില്ല കേട്ടോ. ഇനി ഇതിൻ്റെ എക്സ്പയറി ഡേറ്റ് അറിയാമെന്ന് പറഞ്ഞിട്ടൊന്നും ആരും കമൻറ്റ് ഇടരുത്, നാണം കെടുത്തരുത്. ഓക്കെ, ഞാൻ വെറുതെ ഒന്ന് കയ്യിൽ നിന്ന് തട്ടിയിട്ടത്, അത് ഒരബദ്ധം, മാറ്റിക്കരുത്. ഇങ്ങനെ വാലൊക്കെ ഇട്ട് കണ്ണെഴുതണം ഈ ചൂടത്ത്. എന്നിട്ട് കുറച്ചും കഴിയുമ്പോൾ വേർത്തൊളിച്ചിട്ട് ഈ വാലൊക്കെ അങ്ങ് കോല് പോലെ പോകും. അപ്പോഴും നല്ല ഫണ്ണായിരിക്കും. ഒന്ന് തെക്കോട്ടാണെങ്കിലും ഒന്ന് വടക്കോട്ട് പോയി. വാവ്, ഫാന്റാസ്റ്റിക്. ഒന്ന് ഇങ്ങോട്ട് പോയി, ഒന്ന് ഇങ്ങോട്ട് പോയി. ബട്ട് വി ഡോണ്ട് കെയർ, ബിക്കോസ് ബാഡീസിൻ്റെ ഐലൈനറൊക്കെ എങ്ങനെയായിരിക്കും എന്നാണ് പറയപ്പെടുന്നത്. പക്ഷെ ഞാൻ അപ്പുറത്തോട്ട് നന്നായിട്ട് വരച്ചിട്ട് തരാം. ഓക്കെ, സോ നമ്മളിന്ന് പോകാൻ പോകുന്നത് റിലേറ്റീവ്സിൻ്റെ ഒരു ഫംഗ്ഷനാണ്, ടു ബഞ്ച് ഓഫ് പീപ്പിൾ ഹു ജഡ്ജസ്. സോ ഞാൻ ആനവാലൊക്കെ കളഞ്ഞിട്ട് 2 കുഞ്ഞു വാലിട്ട് കൊടുത്തു. പക്ഷേ ഇത് കുഞ്ഞതല്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും, പക്ഷേ എൻ്റെ കണ്ണിന് ഇതാണ് കുഞ്ഞു വാല്. ഇതിലും കുഞ്ഞു വാലൊന്നും ഇട്ടാൽ എൻ്റെ കണ്ണത് അക്സെപ്റ്റ് ചെയ്യില്ല ഗൈസ്. സോ ഇതാണ് എൻ്റെ ബേസിക് മിനിമം വാല്. പിന്നെ ഞാൻ മസ്കാര തീരെ യൂസ് ചെയ്യാത്ത ഒരാളാണ് കേട്ടോ. ബിക്കോസ് എനിക്ക് മസ്കാര യൂസ് ചെയ്യുന്നത് റിമൂവ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ മസ്കാര യൂസ് ചെയ്ത് കുറവാണ്. അതിന് പകരം ഞാൻ കണ്ടുപിടിച്ച പുതിയൊരു ഐഡിയ ആണ് ഈ സംഭവം. ഐലൈനർ വെച്ചിട്ട് ഞാൻ മസ്കാര എഴുതാം. അപ്പോൾ കുറച്ച് നേരം കഴിയുമ്പോൾ ഈ ഐലൈനർ ഒന്ന് ഉണങ്ങും. അപ്പോൾ എന്ത് പറ്റും, നമ്മുടെ ഐലാഷസ് സ്റ്റിഫായിട്ട് നിൽക്കും. നല്ല സ്റ്റിഫ് ആൻഡ് ഷെയ്ഡൊക്കെ മുക്കിയ പോലെ ഇങ്ങനെ ബോഡിയായിട്ട് നിൽക്കും. അപ്പോൾ നല്ല ഭംഗിയിൽ നിൽക്കും കേട്ടോ. മസ്കാര എഴുതിയ പോലെ തന്നെ നിൽക്കും. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഹാക്ക് ട്രൈ ചെയ്ത് നോക്കാം. മസ്കാര എഴുതിയ പോലെ തന്നെ നിൽക്കും കേട്ടോ. ഇങ്ങനെ ചെയ്താലോ. അത് നമ്മൾ വാട്ടർ പ്രൂഫ് അല്ലെങ്കിൽ സ്വെറ്റ് പ്രൂഫിലൊക്കെ വെച്ചിട്ട് വാട്ടർ പ്രൂഫ് അല്ലെങ്കിൽ സെറ്റ് പ്രൂഫൊക്കെ വെച്ചിട്ട് എഴുതുവാണെങ്കിലും സെറ്റാണ്. ലാക്മയൊക്കെ വെച്ചിട്ട് എഴുതി കഴിഞ്ഞാൽ ഒന്ന് തോണ്ടി കഴിഞ്ഞാൽ അങ്ങനെ പരന്നു വരും. ഇഫ് ഞാൻ രാത്രിയാണ് ഇത് ഈ വ്ലോഗ് ഞാൻ രാത്രി എൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് റിമൂവ് ചെയ്യുമ്പോൾ ഇതെങ്ങനെ വരുന്നത് ഞാൻ മനസ്സിലാക്കാം. കാരണം ലാക്മയാണ് കേട്ടോ. അതിൽ വേറെ ഇത് പറഞ്ഞിട്ടുണ്ട്, ഇത് ഏത് ബ്രാൻഡെന്ന് എനിക്കറിയില്ല, എല്ലാം മാഞ്ഞായി. ഈ സംഭവം വെച്ചിട്ട് എഴുതി കഴിഞ്ഞാൽ സെറ്റായിട്ട് നിൽക്കും. മാഞ്ഞു പോകണം അങ്ങനത്തെ കേസൊന്നുമില്ല. പക്ഷേ ഇപ്പോൾ ഇതിൻ്റെ അകത്തൊന്നുമില്ല, തീർന്നു പോയതല്ല. എന്താ അത് ഇതായിപ്പോയി. ഐ മീൻ അതിൻ്റെ ഉള്ളിലുണ്ട്, പക്ഷേ അത് ഭയങ്കര ക്രീമി കൺസിസ്റ്റൻസി ആയിപ്പോയി. അതുകൊണ്ട് എനിക്കത് എടുക്കാനോ എഴുതാനൊന്നും പറ്റില്ലാത്ത പോലെ ആയിപ്പോയി. കറക്റ്റ് ഒരു കുരു വന്നുണ്ടോ, നമ്മൾ ആരെങ്കിലും നോക്കിയിട്ട് ഇങ്ങനെ ചിരിക്കുമ്പോൾ അവർ കറക്റ്റ് നമ്മുടെ കുരുവിൽ ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ കറക്റ്റ് ഒരു കുരു. സാഡ് റിയാലിറ്റി ഓഫ് ആക്നെ പ്രോൺ അല്ലെങ്കിൽ ഓയിലി സ്കിന്നിൻ്റെ ഒരു സാഡ് റിയാലിറ്റി ഉണ്ടത്. മുടി ഞാൻ ഇനി എന്ത് ചെയ്യുന്ന അറിയിക്കണം. പക്ഷേ ചൂടത്ത് നീ മുടി വെച്ചിടാൻ വയ്യ. എന്ത് ചെയ്യും, നോ ഐഡിയ. ലെറ്റ്സ് ട്രൈ എനിത്തിങ്. വരുന്ന പോലെ നോക്കാം. ലിപ്സ്റ്റിക് ഒന്നുകൂടി കറുപ്പ് ചെയ്ത് കൊടുക്കട്ടെ ഞാൻ.
ഇത്രേ ഉള്ളൂ നമ്മുടെ മേക്കപ്പ് ആക്ച്വലി വേണം. ഇച്ചിരി ഹൈലൈറ്റർ ഇട്ട് കൊടുക്കാം കേട്ടോ. അങ്ങനെ തിളങ്ങി നിൽക്കട്ടെ, നാച്ചുറൽ തിളക്കമാണെന്ന് ചിന്തിച്ചോളൂ. എൻ്റെ ഹൈലൈറ്റർ പാലറ്റ് ചെയ്താന്ന് വെച്ചാൽ എനിക്കറിയില്ല, അത് മാഞ്ഞു പോയി. ഇതാണ് എൻ്റെ ഹൈലൈറ്റർ. ഫോക്കസാണ്. ഇതിൻ്റെ താഴെയുള്ള ഹൈലൈറ്റർ അടിച്ചെടുക്കണം, അതാണ് ഞാൻ എപ്പോഴും ചെയ്യാറുള്ളത്. സോ അതെടുക്കുക, അങ്ങനെ തട്ടി കൊടുക്കുക. ഇതല്ല ഹൈലൈറ്റർ ബ്രഷ്. ഹൈലൈറ്ററിന് ഒരു ബ്രഷ് ഉണ്ട്, പക്ഷേ ഞാൻ അത് കാണാത്തത് കൊണ്ടും അത് തപ്പിപ്പോകുന്ന ടൈം നമുക്ക് ഇല്ലാത്തത് കൊണ്ടും നമുക്ക് ഇതിനെ യൂസ് ചെയ്യാം. ഞാൻ ഈ ഹൈലൈറ്റർ തന്നെ ജസ്റ്റ് കണ്ണിൻ്റെ മേളിലായിട്ട് ഇങ്ങനെ എഴുതി കൊടുക്കും കേട്ടോ. നൈസ് എഴുതിയാൽ മതി, കാരണം നമുക്കത് ചെയ്യാൻ പറ്റില്ല, റബ്ബ് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് നമ്മുടെ മസ്കാര ഉള്ളതുകൊണ്ട് റബ്ബ് ചെയ്യാൻ പറ്റില്ല. സോ നൈസായിട്ട് എഴുതി കൊടുത്താൽ മതി കേട്ടോ. ഓക്കെ ഡൺ. മേക്കപ്പ് ഇസ് ഡൺ ഐ ഗസ്. ഡ്രസ് ചേഞ്ച് ചെയ്യാം. ഡ്രസ് ചെയ്തെടുക്കും, ഞാൻ പോയി തപ്പട്ടെ. ഈ ചൂടത്ത് നമുക്ക് കുറച്ച് പച്ച തീയായിട്ട് പോവാം. പച്ച തീയാണോ നീ, സോറി നീ. ഓക്കെ, അപ്പോൾ ഈ പച്ചപ്പ് ഊഷ്മളതയുമായിട്ട് പോകാമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. തുറന്നു നോക്കട്ടെ. ഇതാണ് എൻ്റെ ഇന്നത്തെ ഔട്ട്ഫിറ്റ്. ഗ്രീനിഷ്, ഫുള്ളി ഗ്രീൻ. ക്യൂട്ട് ഔട്ട്ഫിറ്റാണ്, എനിക്ക് ഇഷ്ടമുള്ളൊരു ഔട്ട്ഫിറ്റാണ് കേട്ടോ. ഇതിന് അങ്ങനെ അധികം എന്നല്ല, ഇതിന് വേറെ ചെയ്തിട്ടില്ല. ഇതിനാകെ വേറെ ചെയ്തത് ഉമ്മി ജയിച്ച ബ്ലോക്ക് മെമ്പറായിട്ട് സത്യപ്രതിജ്ഞയ്ക്ക് ഞാനിത് വേറെ ചെയ്തു. അതിനുവേണ്ടി എടുത്ത ഡ്രസ്സാണ്. അതിന് ശേഷം ഞാനിത് ഇട്ടിട്ടേ ഇല്ല. സോ നമുക്ക് ഇന്ന് തരാം. ഓക്കെ, ഞാൻ ഇപ്പോൾ ഇട്ടിട്ട് വരാം കേട്ടോ. സോ അപ്പോൾ ഇതാണ് നമ്മുടെ ഔട്ട്ഫിറ്റ്. ഇത് കാണുമ്പോൾ കോട്ടൺ പോലെ ഉണ്ടെങ്കിലും കോട്ടൺ അല്ല, എന്തോ ജൂട്ട് പോലത്തെ എന്തോ മെറ്റീരിയലാണ്. നല്ല ചൂടെടുക്കുന്നുണ്ട്, പക്ഷേ വേറെ വഴിയില്ല. ബിക്കോസ് വി നീഡ് ടു ലുക്ക് നൈസ്. അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും നല്ല ഇട്ടേ പറ്റൂ, ഇത്രേ ഉള്ളൂ. ഇച്ചിരി മുടി അയച്ചിട്ടാണെങ്കിൽ കുറച്ചുകൂടി ക്യൂട്ട് ലുക്ക് വന്നേനെ. പക്ഷേ മുടി അയച്ചിടാൻ വയ്യ, എനിക്ക് ചൂടാണ്. ആക്ച്വലി വീഡിയോയിൽ ഞാൻ ഏറ്റവും കൂടുതൽ പറഞ്ഞിട്ടുള്ള വാക്ക് ചൂടാന്നായിരിക്കും. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കി മനസ്സിലാവും. മുടി എന്ത് ചെയ്യും? മുടി നമുക്ക് ബ്രെയിഡ് എടുത്തിട്ട് കെട്ടി വെച്ചാലോ? അതെങ്ങനെയുണ്ടാവും? ഓ മൈ ഗോഡ്, മുടി ഞാൻ മുടി AC ഉള്ള റൂമിൽ പോയിട്ട് ബ്രെയിഡ് എടുത്ത് കെട്ടി വെച്ചിട്ട് തരാം. കാരണം ഇവിടെ നിന്ന് എന്നെ കൊണ്ട് പറ്റില്ല. അവിടെ നിന്ന് വെയിൽ ഫുൾ വെയിലടിച്ചിട്ട് കരിഞ്ഞിക്കുക. സോ അവിടെ പോയി കെട്ടിയിട്ട് വരാം കേട്ടോ. സോ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. മുടി ഞാൻ ന്യൂസ്മാരൊക്കെ കെട്ടുന്നവരെ കെട്ടി വെച്ചു. ബിക്കോസ് ഈ ചൂടത്ത് വേറൊരു ഹെയർ സ്റ്റൈൽ നടക്കില്ല. ഇങ്ങനെ കെട്ടിയിട്ടാണ് എനിക്ക് ചൂടെടുക്കണം. അപ്പോൾ അല്ലാണ്ടൊക്കെ കെട്ടി വെച്ച് എങ്ങനെ എനിക്ക് ചൂടെടുക്കും? ഐ ജസ്റ്റ് കാണ്ട് ഇമാജിൻ. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ കെട്ടി വെച്ചു. സോ ഇത്രേ ഉള്ളൂ എൻ്റെ ഫൈനൽ ലുക്ക്. ഇതൊന്നും വെട്ടില്ല. എന്താ വെട്ടില്ലാത്തല്ലേ? സോ ചിലപ്പോൾ ഇത് ഞാൻ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. കാരണം പുറത്തൊക്കെ ഇറങ്ങി ചൂടോട് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒന്നും നടക്കില്ല. ബട്ട് ഐ വിൽ ട്രൈ ടു കീപ് ദിസ് വ്ലോഗ്. ഇത് കംപ്ലീറ്റ് ആക്കാൻ ഇതിനൊരു എൻഡിങ് തരാൻ ഞാൻ മാക്സിമം നോക്കാം. അതിനാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് കല്യാണത്തിന് വേണ്ടിയിട്ട്. പക്ഷെ കല്യാണത്തിനല്ല ഇപ്പോൾ ഞാൻ പോണത്. പക്ഷെ ഇപ്പോൾ പോയിട്ട് വന്നിട്ടാണ് അടുത്ത് നമ്മൾ കല്യാണത്തിന് പോണത്. സോ നോക്കാം. അല്ലെങ്കിൽ ഈ വ്ലോഗ് ചിലപ്പോൾ എന്നെ വെറുതെ കൊണകണം മാത്രമായിട്ട് തീരും. ലെറ്റ്സ് സീ. ഒരെണ്ണം കുറയ്ക്കാം. പഴുത്തിട്ടില്ലത് പുഴുണ്ടാവും അതിനകത്ത്. അത് നീ വായിലിട്ടെന്ന് പറഞ്ഞ മാങ്ങ കിട്ടി. നല്ല മധുരം ഉണ്ട്. ആ ചന്തയ്ക്കല്ല മധുരം. ഇങ്ങോട്ടും തരുന്ന അവിടെ നിന്നിട്ട് ഞങ്ങൾക്കൂടെ ഒരെണ്ണം ഇട്ടിട്ടുള്ളൂ. ചാനലിന്റെ ക്ലാസ്സിലേക്ക് നല്ല കള്ള് കുത്തിക്കാറുണ്ട്.
അങ്ങനെ ആക്ച്വലി ഒരു പ്രോഗ്രാം കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി മാങ്ങയൊക്കെ പറിച്ചു, കുറേ എൻജോയ് ചെയ്തിട്ട് അവിടെ നിന്ന് ഇറങ്ങി. നമ്മൾ അടുത്ത കല്യാണത്തിനാണ് പോകാൻ പോകുന്നത്. ആക്ച്വലി കല്യാണത്തിന് പോകാൻ അറിയില്ല, ബിക്കോസ് ഞാൻ അത്ര ടയേർഡാണ്. പക്ഷെ ചിലപ്പോൾ പോകുമായിരിക്കും, ചിലപ്പോൾ പോകില്ല. അതുകൊണ്ട് പോകും എന്താണെന്നറിയില്ല, വീട്ടിൽ പോയിട്ട് നോക്കും. സോ ഇന്ന് നിങ്ങൾക്ക് പല പല പാർട്സായിട്ടായിരിക്കും ഈ വ്ലോഗ് കാണാൻ പോകുന്നത്. അതാണ് ഈ വ്ലോഗിൻ്റെ ഒരു പ്രത്യേകത. എനിക്കിന്ന് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കുമ്പോൾ കാണിച്ചു തരാണ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് ഉച്ചയ്ക്കത്തെ ഫുഡ് കഴിക്കാൻ എടുക്കാൻ പറ്റില്ല. കാരണം ഞാൻ ചൂടത്ത് ഒരു ഓഡിറ്റോറിയത്തിൽ പോയിരുന്ന് കഴിച്ചപ്പോൾ എനിക്ക് കുറേ തിരക്കുമായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഉച്ചയ്ക്കത്തെ വീഡിയോ എടുക്കാൻ പറ്റില്ല. ഒരു ഫുഡ് കഴിക്കുന്ന വീഡിയോ ഇല്ലാത്തൊരു വ്ളോഗാണ് നിങ്ങൾ കാണാൻ പോകണം. മിക്കവാറും ഈ വ്ളോഗിനകത്ത് ഫുൾ എൻ്റെ കൊണ മാത്രമായിരിക്കും ഉണ്ടാവുക. സോ ഫസ്റ്റ് വ്ളോഗല്ലേ, നിങ്ങൾ ക്ഷമിക്കുക. ആൻഡ് പറ്റാന്നുണ്ടെങ്കിൽ ഞാൻ രാത്രി കല്യാണത്തിന് പോകുന്നുണ്ടെങ്കിൽ ബെറ്റർ ലക്ക് അപ്പോൾ എടുക്കാൻ നോക്കാമെന്ന് പറയുള്ളൂ. പക്ഷേ കാരണം എനിക്ക് ഭയങ്കര സോഷ്യൽ ആൻസൈറ്റി ഉള്ള ആളാണ് ഞാൻ. സോ എനിക്ക് ക്യാമറ എടുത്തിട്ട് വീഡിയോ എടുക്കുമ്പോൾ അയ്യോ അവർ നോക്കണ്ടോ ഇവർ നോക്കണ്ടോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ ഓക്കെ എടുക്കണ്ട എന്നുള്ളൊരു ലെവലിലെത്തും. പക്ഷേ ഉച്ചയ്ക്ക് എടുക്കായിരുന്നു, അതുകൊണ്ടല്ല കേട്ടോ. ഉച്ചയ്ക്ക് സത്യം എനിക്ക് സമയമല്ല. എനിക്കൊരു തിരക്കിൻ്റെ ഇടയിൽ എടുക്കാൻ ഓർത്തില്ല, ഞാൻ വിട്ടുപോയി. അതുകൊണ്ടാണ്. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ബാക്കി മാങ്ങ പറിച്ച തോട്ടിൽ കൂടെ പോയിട്ട് ഫുൾ എക്സ്പ്ലോർ ചെയ്തതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ കുറച്ചൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ആൻഡ് അപ്പോൾ വൈകിട്ട് കല്യാണത്തിനുള്ള വീഡിയോ കാണാം. ഇനി ഇതിൻ്റെ ഇടയ്ക്ക് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഞാൻ ഇനിയിപ്പോൾ കുറച്ച് നേരം റെസ്റ്റ് എടുക്കാൻ പോകണം. ഇനിയിപ്പോൾ എന്തായാലും വൈകിട്ട് കല്യാണം ഉണ്ടാവുക. അവിടെ മഴ പെയ്യാൻ വേണ്ടി ഇടിയൊക്കെ കൊടുക്കുന്നുണ്ട്. സോ ഞാൻ വെച്ച് കുറച്ച് നേരം ഒന്ന് പീസ്ഫുള്ളായിട്ട് റെസ്റ്റ് എടുക്കാം. ആൻഡ് അത് കഴിഞ്ഞിട്ട് കല്യാണത്തിന് പോകണ വീഡിയോ എടുക്കാം. കല്യാണത്തിന് പോകണമെങ്കിൽ ഞാൻ എന്തായാലും എടുത്തിട്ട് ഇതിൻ്റെ എൻഡ് ഉണ്ടാവും കേട്ടോ. എന്തായാലും എൻഡ് ചെയ്യണമല്ലോ ഇത്. സോ നമുക്ക് അപ്പം എൻഡ് ചെയ്യാം കേട്ടോ. അപ്പം അത്രേ ഉള്ളൂ. ധന്യവാദം. വൈകിട്ടാണ് ഫൈനലി മഴ പെയ്തു ഗൈസ്. കുറേ നാളത്തെ ചൂടിന് ഒടുവിൽ മഴ പെയ്തിരിക്കുകയാണ്. എനിക്ക് ഓഡിബിൾ ആണെന്ന് എനിക്കറിയില്ല. പക്ഷെ മഴ പെയ്തു. ഐ ആം സോ ഹാപ്പി. യെസ്, നമ്മുടെ വിജയം ഞാൻ കാണിച്ചു തരാം. ബാക്ക് ക്യാമിട്ട് ഞാൻ ഇപ്പോൾ മഴയൊക്കെ കൊള്ളാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പുറത്തിറങ്ങിയിട്ട് വന്നിട്ട് ഇങ്ങനെ മഴയെ ഇങ്ങനെ വായി നോക്കിയിരിക്കുകയാണ്. കാരണം ഇടയ്ക്ക് കുറേ നാളിന് ശേഷമാണ് ആൾ തിരിച്ചു വരുന്നത്. സോ കുറച്ച് നേരം ഇങ്ങനെ അഡ്മയർ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചിട്ട് ഇങ്ങനെ പുറത്തിറങ്ങിയിരിക്കുകയാണ്. എൻ്റെ ബാൽക്കണിയിൽ ഇറങ്ങിയിരിക്കുക കേട്ടോ. നിങ്ങളവിടൊക്കെ മഴ പെയ്തോന്ന് നിങ്ങൾ കമൻറ്റിൽ പറയാം കേട്ടോ. ഓക്കെ, എന്നാൽ ശരി ആയിക്കോട്ടെ. അച്ഛന് മതിയോ? ഉമ്മ അടുത്ത് കഴിച്ചിട്ട് വന്നേലേ? വെറുതെ അല്ല. ആക്ച്വലി ഈ വീഡിയോത്തിൽ ഫുൾ എൻഡിങ് പോലും എടുക്കാൻ പറ്റിയില്ല ഗൈസ്. ഇതാണ് ഈ വീഡിയോയുടെ എൻഡിങ് വരുന്നത്. കാരണം തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ മഴ പെയ്തു, കറണ്ടൊക്കെ പോയി, ആകെ സീനായിരുന്നു. അപ്പോൾ ഇതാണ് ആക്ച്വലി വീഡിയോയുടെ എൻഡിങ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്ക് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇനിയും വ്ളോഗ് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ അത്രയുള്ളൂ. ബൈ ബൈ, സീ യു.